സർക്കാർ രൂപീകരണത്തിന് തയ്യാറായി കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളുമായി മിന്നുന്ന വിജയം നേടിയ UDFന് ഇനിയുള്ളത് സർക്കാർ രൂപീകരണമാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളും അത്യുഗ്രൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആർക്കൊക്കെ ഏതൊക്കെ പദവികൾ ലഭിക്കും എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരുണ്ടായേക്കും. ലീഗിന് 5 മന്ത്രിമാർ. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും ലഭിച്ചേക്കും. RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ, കേരള കോൺഗ്രസ് ജേക്കബ് പ്രതിനിധിയായി അനൂപ് ജേക്കബും CMPയുടെ പ്രതിനിധിയായി CP ജോണും മന്ത്രിമാരാകുമെന്നാണ് കരുതുന്നത്. മാണി സി കാപ്പനും KK രമയ്ക്കും അസോസിയേറ്റ് അംഗങ്ങളെന്ന നിലയിൽ 2.5 വർഷം വീതം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. VD സതീശൻ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യതയേറെ. രമേശ് ചെന്നിത്തല മന്ത്രി അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. ഇനി അതല്ലെങ്കിൽ ഏറ്റവും സീനിയറായ തിരുവഞ്ചൂരിന് മന്ത്രിസ്ഥാനമില്ലെങ്കിൽ അദ്ദേഹം സ്പീക്കറായി പരിഗണിക്കപ്പെടാം. ഘടകകക്ഷികളിൽ നിന്ന് മോൻസ് ജോസഫും ഷിബു ബേബി ജോണും അനൂപ് ജേക്കബും CP ജോണും മന്ത്രിമാരാകും. ഒരുപക്ഷെ അസോസിയേറ്റ് അംഗങ്ങളായ KK രമയ്ക്കും മാണി സി കാപ്പനും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. കോൺഗ്രസിൽ നിന്ന് K മുരളീധരൻ, PC വിശ്വനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു എന്നിവർ സാമുദായിക പ്രാതിനിധ്യം കണക്കിലെടുക്കുമ്പോൾ ഉറപ്പായും മന്ത്രിമാരാകാനാണ് സാധ്യത. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് എത്തുകയാണെങ്കിൽ റോജി M ജോൺ അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് വരാം. സണ്ണി ജോസഫ് പ്രസിഡന്റായി തുടർന്നാൽ റോജിക്ക് സാധ്യത തെളിയും. ദളിത് പ്രാതിനിധ്യമായി AP അനിൽകുമാർ, VP സജീന്ദ്രൻ, IC ബാലകൃഷ്ണൻ എന്നിവരിൽ നിന്ന് ഒരാൾ മന്ത്രിയാകും. AP അനിൽകുമാറിനാണ് സാധ്യതയേറെ. അൻവർ സാദത്ത്, ഷാനിമോൾ ഉസ്മാൻ, T സിദ്ദീഖ് ഇവരിൽ ഒരാൾ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായാൽ ഒരാൾ അല്ലെങ്കിൽ 2 പേർ പരമാവധി എറണാകുളത്ത് നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ ഇടയുള്ളൂ. ജില്ലാ പ്രാതിനിധ്യം എന്ന നിലയിൽ പരിഗണിച്ചാൽ തിരുവനന്തപുരം K മുരളീധരൻ, CP ജോൺ, കൊല്ലം PC വിശ്വനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ, ആലപ്പുഴ രമേശ് ചെന്നിത്തല, M ലിജു, കോട്ടയം മോൻസ് ജോസഫ്, തിരുവഞ്ചൂർ, എറണാകുളം VD സതീശൻ, അൻവർ സാദത്ത്, VP സജീന്ദ്രൻ, റോജി M ജോൺ, തൃശൂർ തോമസ് ഉണ്ണിയാടൻ, പാലക്കാട് N ഷംസുദ്ദീൻ, VT ബൽറാം, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, PK ബഷീർ അല്ലെങ്കിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, കോഴിക്കോട് പാറക്കൽ അബ്ദുള്ള, K പ്രവീൺകുമാർ, വയനാട് T സിദ്ദീഖ്, കണ്ണൂർ സണ്ണി ജോസഫ്. കാപ്പനെയും രമയെയും പരിഗണിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ദീപക് ജോയി, K പ്രവീൺകുമാർ, K ജയന്ത്, VS ജോയി, റോയി K പൗലോസ്, ചാണ്ടി ഉമ്മൻ, പഴകുളം മധു എന്നിവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നറുക്കു വീഴാൻ സാധ്യതയുണ്ട്. UDF അട്ടിമറി വിജയം നേടിയ കോഴിക്കോട്ട് നിന്ന് ഒരു മന്ത്രി ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിനാണെങ്കിൽ ഈ പേരുകളിൽ ഒരാൾ ആ സ്ഥാനത്തേക്ക് വരാം.